നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വളരെ നടുക്കുന്ന വാർത്തയാണ് പ്രവാസി ദമ്പതികളെ അവരുടെ കുടുംബത്തെ തേടി കഴിഞ്ഞ ദിവസം എത്തിയത്. ഒരുപാട് സ്വപ്നങ്ങളൊക്കെ തായി തന്നെ കുവൈറ്റ് സിറ്റിയിൽ താമസിക്കുകയായിരുന്ന ദമ്പതികളാണ് ഒടുവിൽ പരസ്പരം വഴക്കിൻ്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തി മരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് കുവൈറ്റിൽ മലയാളികളായ ദമ്പതികളെ കുത്തേറ്റു മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. രണ്ടുപേരും കുവൈറ്റിൽ തന്നെ വളരെ നല്ല ഒരു നിലയിൽ ജോലി ചെയ്തു വരികയായിരുന്നു. ആരോഗ്യ മന്ത്രാലയത്തിന്റെ കീഴിലുള്ള ജാബിർ ആശുപത്രിയിലെ നേഴ്സാണ് കണ്ണൂർ സ്വദേശിയായിട്ടുള്ള സൂരജ്. ഡിഫൻസിൽ നേഴ്സായ എറണാകുളം സ്വദേശി ഭാര്യ ബിൻസി എന്നിവരെയാണ് അംബാസിയയിലെ താമസിക്കുന്ന ഫ്ളാറ്റിൽ കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടു കൂടി തന്നെ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഏതായാലും വളരെ നടുക്കത്തോടു കൂടിയിട്ട് തന്നെയാണ് അവിടെയുള്ള അവരുടെ സുഹൃത്തുക്കളും അതുപോലെ തന്നെ തിരിച്ച് നാട്ടിലേക്കുള്ള ആളുകളൊക്കെ തന്നെ ഈ ഒരു വാർത്ത കേട്ടത്. ഇരുവരും നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് രാവിലെ പതിവ് പോലെ തന്നെ ഫ്ലാറ്റിലെത്തിയതാണെന്നാണ് സുഹൃത്തുക്കളടക്കം തന്നെ മൊഴി നൽകിയിട്ടുള്ളത്. ഓസ്ട്രേലിയക്ക് ജോലി മാറാനുള്ള നടപടികൾ നടന്നു വരികയായിരുന്നു. അതിനുശേഷം കുവൈറ്റിൽ നിന്ന് അവിടേക്ക് മാറി അവിടെ സ്ഥിരതാമസമാക്കാനുള്ള തീരുമാനത്തിലായിരുന്നു ദമ്പതികൾ. അതിനുള്ള നീക്കങ്ങളൊക്കെ തന്നെ കുറേ കാലമായിട്ട് രണ്ടുപേരും തന്നെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നീടാണ് ഇവരുടെ ഇടയിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യത്തിൽ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾക്ക് പോലും യാതൊരു തരത്തിലുള്ള വിവരവുമില്ല. ഇരുവരും വഴക്കിനെ തുടർന്ന് പരസ്പരം കുത്തിയതാണെന്നാണ് പ്രാഥമിക നിഗമനം. മറ്റാരുമല്ല, മൂന്നാമതൊരാൾ ഇതിൽ ഇടപെട്ടിട്ടില്ല, അല്ലെങ്കിൽ മൂന്നാമതൊരാളുടെ സഹായം ഇതിൽ ലഭിച്ചിട്ടില്ല. ഇവർ തന്നെ, ഭാര്യയും ഭർത്താവും തന്നെ പരസ്പരം വഴക്കടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തിയതാണെന്നാണ് പ്രാഥമിക വിവരം. തമ്മിൽ തർക്കിക്കുന്നതും മറ്റും അയൽപ്പക്കത്ത് താമസിക്കുന്നവർ കേട്ടിരുന്നു എന്നാണ് പറയാനായിട്ട് അവർ മൊഴി നൽകിയിട്ടുള്ളത്. ഇവർ ഇക്കാര്യം പോലീസിനോട് വിശദീകരിച്ചിട്ടുണ്ട്. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ചീത്ത വിളിക്കുകയും എന്തൊക്കെയോ പറഞ്ഞ് തർക്കിക്കുന്ന ശബ്ദം മാത്രം അയൽപ്പക്കത്ത് താമസിക്കുന്നവർ കേട്ടിരുന്നു. ഈ ഫ്ളാറ്റിലേക്ക് മറ്റാരും തന്നെ വന്നിട്ടില്ല എന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പാണ് ഫ്ളാറ്റ് അധികൃതർ അടക്കം നൽകുന്നത്. ഈ സാഹചര്യത്തിലാണ് പരസ്പരമുള്ള ആക്രമണം എന്ന വിലയിരുത്തൽ ഉണ്ടാകുന്നത്. രാവിലെ തന്നെ കെട്ടിട കാവൽക്കാരൻ വന്ന് നോക്കിയപ്പോഴാണ് മരിച്ചു കിടക്കുന്ന നിലയിൽ രണ്ട് ശരീരങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത്. ആദ്യമായിട്ട് ഇയാൾ ശരീരം അവിടെ കാണുന്ന സമയത്തൊക്കെ തന്നെ ഇരുവരുടെയും കയ്യിൽ കത്തി ഉണ്ടായിരുന്നുവെന്നും വിവരമുണ്ട്. ഏതായാലും ഇതൊരു രണ്ടുപേരുടെയും കയ്യിൽ കത്തി വന്നതാണ് പോലീസിനെ അടക്കം ഇപ്പോൾ കുഴപ്പിക്കുന്നത്. പോലീസും ഫോറൻസിക് വിഭാഗവും സ്ഥലത്തെത്തി മറ്റു നടപടികളൊക്കെ തന്നെ സ്വീകരിച്ചിരിക്കുകയാണ്. ദമ്പതികളുടെ മക്കൾ നാട്ടിലാണ് താമസിക്കുന്നത്. ഇരുവരും ചേർന്നാണ് വർഷങ്ങളായിട്ട് ഇപ്പോൾ കുവൈറ്റിലുള്ളത്. അതിനുശേഷം ഓസ്ട്രേലിയയ്ക്ക് അടക്കം ഇവരിപ്പോൾ സ്ഥിരതാമസത്തിനായിട്ട് മാറുന്നതിനുള്ള കാര്യങ്ങളൊക്കെ തന്നെ നടത്തി വരികയായിരുന്നു. ബിൻസി എറണാകുളം പെരുമ്പാവൂർ മണ്ണൂർ സ്വദേശിയും സൂരജ് കണ്ണൂർ മണ്ഡലം സ്വദേശിയുമാണ്. ഓസ്ട്രേലിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാനുള്ള നടപടികൾ ചെയ്തു വരികയായിരുന്നതിനാലാണ് കുട്ടികളെ നാട്ടിലാക്കിയിട്ടുണ്ടായിരുന്നത്. ഇതിനിടയിൽ എല്ലാ കാര്യങ്ങളും ശരിയായതിനു ശേഷം കുട്ടികളെ തിരിച്ച് അങ്ങോട്ടേക്ക് വിദേശത്തേക്ക് കൊണ്ടുവരാനുള്ള കാര്യങ്ങളായിരുന്നു നീക്കിയിട്ടുണ്ടായിരുന്നത്. ഇതിനിടയിലാണ് ഇപ്പോൾ രണ്ട് കുടുംബങ്ങളെയും നടുക്കിക്കൊണ്ടും ഈ ഒരു ഏറ്റവും അടുത്ത സുഹൃത്തുക്കളൊക്കെ തന്നെ നടുക്കിക്കൊണ്ട് ഈ ഒരു വാർത്ത വരുന്നത്. ഇനി എന്താണ് ഇവർക്കിടയിലെ പ്രശ്നം? ഇവർ തമ്മിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, കുറേ കാലങ്ങളായിട്ട് നിലനിൽക്കുന്ന പ്രശ്നങ്ങളില്ലായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളും ബന്ധുക്കളടക്കം നൽകുന്ന മൊഴിയിൽ നിന്ന് വ്യക്തമാകുന്നത്. പക്ഷെ എന്നിരുന്നാലും പെട്ടെന്ന് എന്താണ് മൈഗ്രേറ്റ് ചെയ്യാനുള്ള പ്ലാൻ അടക്കം നടത്തി വരുന്നതിനിടയിൽ എന്താണ് ഇരുവർക്കുമിടയിൽ പെട്ടെന്ന് സംഭവിച്ചത്? ഇനി എന്തെങ്കിലും സൂചനകൾ നൽകിയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ പോലീസ് പരിശോധിച്ചു വരികയായിരിക്കും. പോസ്റ്റ്മോർട്ടം നടപടികൾക്കും മറ്റുള്ള നടപടികൾക്ക് ശേഷമായിരിക്കും മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവരുന്ന കാര്യങ്ങളെക്കുറിച്ച് തന്നെ നടക്കുക. കുവൈറ്റിൽ പോലുള്ള രാജ്യത്തായതിനാൽ തന്നെ വളരെയധികം നൂലാമാലകൾ നേരിടേണ്ടി വരും. ഏതായാലും മറ്റാർക്കെങ്കിലും ഇതിൽ പങ്കുണ്ട് എന്നുള്ള കാര്യത്തിലൊക്കെ തന്നെ അന്വേഷണം നടക്കുകയാണെങ്കിൽ വീണ്ടും ഇവരുടെ മൃതദേഹങ്ങൾ നാട്ടിലേക്ക് കൊണ്ടുവരുന്നത് വൈകാനുള്ള സാധ്യതയും ഏറെയാണ്.